ഇസ്രായേൽ പ്രസിഡന്റ് നെതന്യാഹുവിന്റെ ആവശ്യമായിരുന്നോ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നോ ഇപ്പൊ ഈ കണ്ട യുദ്ധമൊക്കെ? അങ്ങനെയുള്ള വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ കാര്യത്തിന് മാത്രമല്ല കേട്ടോ, അതല്ലാതെ ഗാസയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാം, യമനിലെ ഹൂതികളുടെ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിയാം. പക്ഷെ ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഇതെല്ലാം അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ അനിവാര്യവുമായിരുന്നു, അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യവും കൂടിയായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യം കൂടി ഇവിടെയുണ്ട്. ഇപ്പൊ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറ് നിലവിൽ വന്നതോടുകൂടി അവിടെ ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ ഉണ്ടായിരുന്ന വിഷയങ്ങളെല്ലാം വീണ്ടും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. ഒന്നാമത് ഈ ഇറാന്റെ ആക്രമണം എന്ന് പറയുമ്പോൾ നമുക്കതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ആക്രമണത്തിലും അവിടെ ഇസ്രായേലിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവരുടെ മാധ്യമം എന്ന് പറയുമ്പോൾ അവരെ മാത്രം പുകഴ്ത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുക. യഥാർത്ഥ ഒരു കണക്ക് എന്നുള്ളതൊന്നും അവിടെ പറയാനുള്ള സാധ്യതയില്ലല്ലോ. അതെ. അപ്പൊ പൊതുവായിട്ട് ഈ ഇറാന്റെ ആക്രമണത്തിൽ ഇസ്രായേലിലെ 40,000-ത്തിലധികം വീടുകളും ബിസിനസ്സുകളും തകർന്നു എന്നും 16,600-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഒരു യുദ്ധമാകുമ്പോൾ രണ്ട് ഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം തന്നെയാണ്. അത് ഉണ്ടായി തന്നെ ആകും, അത് അങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മാത്രമല്ല ഇവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫണ്ട് പിരിവ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇസ്രായേലി സന്നദ്ധ സംഘടനയായിട്ടുള്ള ഓജൻ ആണ് ഈ ധനസമാഹരണം നടത്തി തുടങ്ങിയിട്ടുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല അവരുടെ വെബ്സൈറ്റിൽ അവരുടെ ജവാന്മാരുണ്ടല്ലോ, അവരുടെ ഇസ്രായേലി സൈനികർ, അവരുടെ വിഡോസിന് വേണ്ടിയിട്ടുള്ള ധനസമാഹരണം, അവരെ എന്താ പറയാ, അവരുടെ ആവശ്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള ധനസമാഹരണമൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇസ്രായേലിലെ ഓരോ കുടുംബവും സാമ്പത്തികമായിട്ട് തന്നെ തകർന്നു വീഴുന്ന കാഴ്ചയുണ്ട് എന്നാണ് പറയുന്നത്. പലർക്കും ഉപജീവന മാർഗങ്ങളില്ലാതെയാകുന്നു, കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഇതൊക്കെ എത്രത്തോളം സത്യമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടിൽ നിന്ന് ചില ഭാഗങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും, ചില ഭാഗങ്ങൾ മറ്റു തരത്തിൽ നിന്ന് തന്നെ നമ്മൾ എടുക്കേണ്ടിയും വരും. അപ്പോൾ എന്തായാലും ഗാസയിൽ കാണുന്നതിന് സമാനമായ രീതികളിലേക്കൊക്കെ ഇസ്രായേലിൽ ഇപ്പോൾ കാണുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഒന്നുകൂടെ നോക്കി പറയേണ്ട ഒരു കാര്യമാണ്. കുറെ മരണസംഖ്യ കുറഞ്ഞിട്ടുണ്ട്. മരണസംഖ്യയെ കുറയ്ക്കാനായിട്ട് ഇസ്രായേലിന് കഴിഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം ബങ്കർ സംവിധാനമാണ്. ഇവർ അതുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് ജീവിക്കുക. ഒരു സൈറം വന്ന ജനങ്ങൾ അപ്പോൾ ഓടിക്കോളും. അവർക്കറിയാം അത് അങ്ങനെയാണ്. അതെ, അത് അവർക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുള്ളത് കൊണ്ടാണ് ഇതെല്ലാം കാലേ കൂട്ടി മിസൈൽസ് ഒക്കെ വരുമ്പോഴേക്കും സൈറൺ വരുന്നു, ജനങ്ങളെല്ലാം പരക്കം പാഞ്ഞ് ബങ്കറിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നു. അവരെ സംബന്ധിച്ച് അതൊരു നിത്യജീവിതത്തിന്റെ ഭാഗമാണ്. ഇവർക്കെതിരെ എപ്പോ എവിടെ നിന്ന് ആക്രമണം വരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. അവരതിനു വേണ്ടി അലേർട്ടായിട്ട് തന്നെ ജീവിക്കുന്ന ഒരു ജനത കൂടിയാണ്. എന്നിട്ടും 25-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 1000-ലധികം ആളുകൾക്കൊക്കെ പരിക്കേൽക്കുകയും ഒക്കെ ഏറ്റിട്ടുണ്ട്. അതൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ്, അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇസ്രായേലിന് പരിക്കേറ്റ 50-ഓളം പേര് അതീവ ഗുരുതരാവസ്ഥയിലാണ്. അപ്പോൾ ഇതൊന്നും ഞങ്ങളുടെ രാജ്യത്ത് ഉണ്ടാകില്ല എന്നുള്ള കാര്യം വിചാരിക്കുമ്പോൾ അവിടെ ഒരു പിഴവ് പറ്റിയെന്ന് തന്നെ നമ്മൾ പറയണം. കാരണം ഗാസ എന്ന് പറയുന്നത് ആ ഒരു ചെറിയ ഭാഗമാണ്. ഹമാസ് അവിടെ ഒരു ചെറിയ പോർഷനാണ്. ആ ഭാഗത്ത് അടിക്കുന്നത് പോലെയല്ല ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടുന്നത്. അതിന്റെ ഉള്ളിലുള്ള തിരിച്ചടി ആ ഭാഗം, ആ ഒരു ചെറിയ പോർഷനിലുള്ള ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന ഭീകര സംഘടന, അതുപോലെ അല്ലല്ലോ. ഒരു രാജ്യമാണ് അത്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള, ഏറ്റവും കൂടുതൽ സൈനിക ശക്തിയുള്ള ഒരു രാജ്യം. ആ രാജ്യം മിസൈലുകൾ കൂടുതൽ കൈവശമുള്ള ഒരു രാജ്യം.
അപ്പൊ ആ തിരിച്ചടി ഉണ്ടാകും ഏറ്റവും എന്നുള്ളത് നല്ല ആയുധശേഖരമുള്ള രാജ്യം. അതെ, ഉറപ്പായിട്ടും. അപ്പൊ അതെല്ലാം ഉണ്ടെങ്കിലും അയൺ ഡോം എന്നൊക്കെ പറയുന്നത് നമുക്ക് 1 or 2 മിസൈലുകൾ വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ചധികം മിസൈലുകൾ വരുമ്പോൾ തടയാൻ കഴിഞ്ഞേക്കും. പക്ഷെ ബൾക്കായിട്ട് മിസൈലും ഡ്രോണും വരുമ്പോഴൊന്നും ഇത് തടുക്കാൻ പറ്റില്ല. അയൺ ഡോം സംവിധാനത്തിൽ തുള വീണിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വന്നതാണ്. അപ്പൊ അത് നമ്മൾ വിലയിരുത്തണം. അത് ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ ഈയമ്പാറ്റ പോലെ ആയിരിക്കും വരുന്നത്. അതെ, ഒന്നിലധികം പോർമുനകൾ വഹിച്ചുകൊണ്ടുള്ള മിസൈൽസ് ഒക്കെ ഒരുപാട് വരുമ്പോഴേക്കും എങ്ങനെയാണ് അത് സ്വാഭാവികമായിട്ടും ഒരു നാശനഷ്ടം ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ഇറാനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അനവധി വർഷം യുദ്ധം നടത്തിയും കെടുതികളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇറാനും. അപ്പൊ അവരെ സംബന്ധിച്ച് ഇതൊക്കെ വിഷയങ്ങളല്ല. എന്തായാലും വെടിനിർത്തൽ കരാർ നിലവിൽ വരേണ്ടത് ഇസ്രായേലിന്റെ മാത്രമല്ല അമേരിക്കയുടെ കൂടി ആവശ്യമായിരുന്നു. ഇസ്രായേൽ ആക്രമണം നിർത്തിയിട്ടുണ്ടെങ്കിൽ തങ്ങളും ആക്രമണം നിർത്തുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് അവർ അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നുള്ളത് സമ്മതിച്ചതുപോലെയാണ്. അപ്പൊ പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും ഇറാൻ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇറാനൊപ്പം എനിക്ക് തോന്നുന്നു ഇറാൻ പ്രസിഡന്റായിട്ട് റഷ്യൻ പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ, അതോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതെ, അപ്പൊ ഇസ്രായേൽ അമേരിക്കയും ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആണവ കരാറിൽ ഒപ്പിടാതെയും ഭരണമാറ്റം സംവദിക്കാതെ ഷാ ഭരണകൂടത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കമൊക്കെ അവിടെ അമേരിക്ക നടത്തിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അമേരിക്കക്ക് അത് നേട്ടമായിരുന്നു ഷാ ഭരണകൂടം വരുന്നത്. അപ്പോൾ അതിനൊന്നും നടന്നിട്ടില്ല. ഇവർ പ്രതീക്ഷിച്ച ഈ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഈ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടന്നിട്ടുമില്ല. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല യുറേനിയം അവിടെ നിന്ന് മാറ്റി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ കൂടെ പറയേണ്ടി വരും. അതെ, നമ്മൾ രണ്ടു ഭാഗവും പറയണമല്ലോ. അതെ, അങ്ങനെ ഉണ്ടാവുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇസ്രായേലിന് നെതന്യാഹുവിനെതിരെ നിയമ നടപടികൾ നടക്കുന്നുണ്ട്. അഴിമതി, അദ്ദേഹത്തിന്റെ അഴിമതിയുമായി നടത്തിയതുമായി അതെ, ആ വിഷയത്തിന് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അതെ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഗാസയിലെ ലെബനനിലും സിറിയയിലും ശ്രദ്ധ തിരിച്ചുവിടാനാണെന്നും പറയുന്നു. അപ്പൊ അതിൽ നിന്നാണ് ഗാസയിലും ലെബനനിലും സിറിയയിലും ഇറാനിലല്ല ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് ഒരു വിഭാഗം ഇസ്രായേലികളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ വന്ന ഉടനെ തന്നെ നെതന്യാഹുവിനെതിരായിട്ടുള്ള നടപടികൾക്കൊക്കെ ഇപ്പോൾ വേഗത വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നെതന്യാഹുവിന്റെ രക്ഷയ്ക്ക് എത്തിയിരിക്കുന്നത് ട്രംപ് തന്നെയാണ്. ട്രംപ് പറയുന്നത് നെതന്യാഹുവിനെതിരായിട്ടുള്ള അഴിമതി വിചാരണ റദ്ദാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പറയേണ്ടി വരും. കാരണം കൂടുതൽ ഫണ്ട് അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ ഫണ്ടിൽ നിന്ന് ഒരു നല്ല ഭാഗം ഇസ്രായേലിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിനു മുമ്പ് തുടങ്ങിയുണ്ടല്ലോ, അതിനു മുമ്പ് തുടങ്ങിയുള്ളതാണ്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇറാനുമായിട്ടുള്ള ഇസ്രായേലിന്റെ സംഘർഷത്തിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തെ പ്രശംസിക്കുക കൂടി ട്രംപ് ചെയ്തിരുന്നു. നെതന്യാഹുവിനെ അവിടെ വിളിക്കുന്നത് ബീബി എന്നാണ്. അപ്പോ ബീബി എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നതും. അപ്പൊ അത്രത്തോളം നെതന്യാഹുവിന് അനുകൂലമായിട്ടാണ് അത് പറയുന്നത് എന്നാണ്. അപ്പൊ നെതന്യാഹുവിനെതിരായിട്ടുള്ള ആരോപണങ്ങളെല്ലാം തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണ്. അദ്ദേഹം മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നെതന്യാഹുവിനെ പോലെ ഒരാളെയാണ് ഇസ്രായേലിന് വേണ്ടത് എന്നുകൂടി ട്രംപ് പറയാതെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2020 വിചാരണ ആരംഭിച്ച 3 വ്യത്യസ്ത കേസുകളിലായിട്ട് അഴിമതി, സ്വാധീനം ചെലുത്തൽ എന്നീ കുറ്റങ്ങളാണ് നെതന്യാഹു നേരിടുന്നത്. ക്രിമിനൽ നടപടി നേരിടുന്ന ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി കൂടി ആവുന്നുണ്ട് അവിടെ ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ ഇസ്രായേൽ നിയമപ്രകാരം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ രാജിവെക്കേണ്ടി വരും. അപ്പൊ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് സകല അന്താരാഷ്ട്ര മര്യാദകളും ഒക്കെ ലംഘിച്ചുകൊണ്ട് നെതന്യാഹു ഇത് നടത്തിയതെന്ന് പറയുന്നു. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഹമാസ് അന്ന് നടത്തിയത് തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു ആക്രമണമാണ് അവിടെ നടത്തിയത്. ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ബലാത്സംഗം ചെയ്ത് കൊല്ലുക, അങ്ങനെയായിരുന്നു ഒക്ടോബർ 7 അവർ നടത്തിയിട്ടുള്ള ആക്രമണം. അതിനൊരു വളരെ ഭീകരമായിരുന്നു. അതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹൂതികളും ഹിസ്ബുള്ളയും ഇവരെ ആക്രമിക്കുന്നത്. അത് നെതന്യാഹു എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് ചെയ്യേണ്ടി വരുന്നത് തന്നെയായിരുന്നു. ഇറാന്റെ കാര്യത്തിൽ
രണ്ടാമതൊന്ന് ആലോചിക്കാമായിരുന്നു എന്നൊരു പക്ഷം കൂടി ഇപ്പൊ വരുന്നുണ്ട്.